പൊൻവണ്ണം സൂടിയ കാരികை പെണ്ണേ നീ കാഞ്ചനൈ ഓ ശാന്തി ശാന്തി ഓ ശാന്തി എന്നുയിരേ ഉയിരേ നീ. ഒരു മ്യൂസീഷ്യന് ആക്ച്വലി ഇതൊക്കെ ഓക്കെ ആയിരിക്കണം, പക്ഷെ ലൈറ്റും സൗണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അതെനിക്ക് സിംഗിങ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരു കള്ളമായിരിക്കും. അത് കാരണം എൻ്റെ വൈഫ് ഇത് കാണും ചിലപ്പോ. ക്രിക്കറ്റ് ആണ് എൻ്റെ ഫസ്റ്റ് ലവ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിർത്തിയത്. നടന്നു വരുമ്പോ എല്ലാരും തൈക്കുടം ലൈക്ക് ആ ഒരു ഫീലിംഗ് വാസ് സംതിങ്. whenever I'm happy I listen to music. So basically okay, ഞാൻ ആക്ച്വലി ക്ലോസ്ട്രോഫോബിക് ആണ്. എനിക്ക് ഈ ലിഫ്റ്റ് ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ ലിഫ്റ്റിൽ പോകുമ്പോൾ ഒരു റീസൺ ആണ്, കാരണം കുറെ പടത്തിൽ എനിക്കത് ഞാനത് ഫേസ് ചെയ്യേണ്ടത്. അത് നല്ലതുമാണ്. ആ പാട്ട് തന്നെ വേണല്ലേ. എല്ലാരും പാട്ട്. ലെറ്റ്സ് റീ-റിലീസ്. പിടഞ്ഞെന്റെ നിന്നു പൊന്നെ ഇടഞ്ഞെന്നെ കൊല്ലും കണ്ണേ എല്ലാരും ചൊല്ലുന്നേ പുല്ലാപ്പാണെന്നേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ബ്യൂട്ടിഫുൾ വോയിസിൻ്റെ ഉടമ, ആക്ടർ, പിന്നെ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ വെൽക്കം ചെയ്യാണ്. സിദ്ധാർത്ഥ്, നമസ്കാരം. നമസ്കാരം. കുറേ എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഈ മീറ്റ് ഇങ്ങനെ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ബോംബെയിലൊക്കെ ആയ കാരണമാണ്. അതെ, ബോംബെ വാല മമ്മൂക്കാട് ഡയലോഗ് എല്ലാരും ട്രോളും, പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ എപ്പോഴും സംസാരിക്കാനെല്ലാം. അപ്പം ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചല്ലേ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോണു. അപ്പൊ ഇപ്പൊ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. എങ്കിലും ഞാൻ കുറച്ച് സമയം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യം സംസാരിക്കാം. പുതിയ പ്രൊജക്ട് ഏതാണ്? പുതിയ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഫിലിം പ്രൊജക്ട്സ് ആണോ അതോ പാട്ടിന്റെ? എല്ലാം. ഓക്കെ. അപ്പോൾ ഫിലിം പ്രൊജക്ട്സ് പറഞ്ഞാൽ ജയരാജ് സാറിന്റെ ആണ് മലയാളത്തിൽ ഞാൻ ചെയ്തത്. നെക്സ്റ്റ് ജാനമനായിരുന്നു ഞാൻ ലാസ്റ്റ് അഭിനയിച്ച പടം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പെരുങ്കളിയാട്ടം എന്നാണ് സുരേഷ് ഗോപി സാറിന്റെ. സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റില്ല. സോ പുതിയ ഒരു സംഭവം തന്നെയാണ്, ബട്ട് ഒരു നല്ലൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ് മലയാളത്തിൽ. പിന്നെ തെലുഗു പടം ചെയ്തു, 2 തെലുഗു പടം ചെയ്തു. ഒരെണ്ണത് അമേസോൺ പ്രൈമിലുണ്ട്. അതിന്റെ പേര് നെയ്നു മീക്കു ബാഗ കവിൽ സിനവാഡിനി എന്നാണ്. അത് കഴിഞ്ഞിട്ടൊരു NMBK ഷോർട്ട് ഫോം NMBK എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് തെലുങ്കില്. ഇപ്പൊ ഒരു പടം ഓൺ പ്രോസസ് ആണ്. അതാണ് പടത്തിന്റെ ഒരു പരിപാടികൾ. എപ്പോഴും ഇഷ്ടപ്പെടുന്നത് പാട്ടുകൾ കേൾക്കാനായിട്ടാണ് താങ്കളുടെ. തൈക്കുടം ബ്രിഡ്ജിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. അതെ, ഞാനും ചേട്ടനാണ് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് ഗോവിന്ദേട്ടൻ. ഗോവിന്ദേട്ടൻ ബന്ധുവാണ്? എന്റെ ചെറിയച്ഛന്റെ മോനാണ്. അങ്ങനെ ഒരു ബന്ധം കൂടെ എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നിങ്ങളെല്ലാം സെപ്പറേറ്റ് ആയി വലിയ വലിയ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തൈക്കടം ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ? അല്ല, അവർ ഷോസ് ചെയ്യുന്നു. ഒരു മ്യൂസിക് ബാൻഡ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ടിവിയിൽ അങ്ങനെ നമ്മൾ പരിപാടികൾ ചെയ്യുന്നില്ല. കൂടുതൽ ഒരു ആർട്ടിസ്റ്റിന്റെ, സിംഗറിന്റെ ഒരു മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈവ് ഷോസും പരിപാടികളൊക്കെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം മുമ്പ് ആസ് വി വർ ടോക്കിംഗ്, ഈ യൂട്യൂബ് ചാനൽ ഒക്കെ നമ്മൾ ഇടുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ സോങ്സ് റിലീസ് ചെയ്യുന്നു. സോ ഷോസ് ആണ് ഇപ്പൊ എല്ലാവരും കൂടുതൽ. തൈക്കുട ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെല്ലാവരും ഷോസ് ആണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ ഇടയ്ക്ക് എനിക്ക് സമയമൊക്കെ നല്ല പ്രൊജക്ട് ഒക്കെ വരുമ്പോൾ ഞാൻ അഭിനയിക്കാൻ പോകും. പിന്നെ ക്രിക്കറ്റും കളിക്കും. അപ്പൊ ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഈ 3 പരിപാടിയും. അപ്പോ ഞാൻ എല്ലാം ചെയ്യുന്നു. അപ്പൊ ക്രിക്കറ്റ് ടോപ്പിക് ഇങ്ങോട്ട് വന്നോണ്ട് ഞാൻ ചോദിക്കട്ടെ, 3 ഓപ്ഷൻ തന്നാൽ ആക്ടിങ്, ക്രിക്കറ്റ്,
സിംഗിങ്, ഇതിൽ ഏത് ഫസ്റ്റ് ചൂസ് ചെയ്യും? അതെനിക്ക് സിംഗിങ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരു കള്ളമായിരിക്കും. അത് കാരണം എന്റെ വൈഫ് ഇത് കാണും ചിലപ്പോ. ഞങ്ങൾ ഓഡിയൻസ് കാരണം എന്താ അറിയോ, ഞാൻ ചില പ്രാവശ്യമൊക്കെ ഷോസും ചിലപ്പോ എടുക്കാണ്ടാവും. ക്രിക്കറ്റ് കളി സാധാരണ ഒരു സൊസൈറ്റിയിൽ ക്രിക്കറ്റ് കളിയായിരിക്കും ചിലപ്പോ. അപ്പോ എന്റെ അടുത്ത് എന്റെ വൈഫ് ചോദിക്കും, നിനക്ക് വട്ടാണോ, നീ ഒരു സൊസൈറ്റി കളിക്ക് വേണ്ടി നീ ഷോക്ക് വിടുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പൊ ഷോക്ക് എത്ര പേർക്ക് അപ്പോ സെന്റി ആയിരിക്കും, എത്ര പേർക്കൊക്കെ ഷോസ് ഒന്നും ഇല്ലായിരിക്കും. അപ്പൊ നിനക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നീ ഷോ ചെയ്യണം, ഇത് ഭയങ്കര. അപ്പൊ എനിക്ക് ഞാൻ ഗിൽട്ട് ഫീൽ അടിക്കും. അപ്പൊ ഞാൻ ക്രിക്കറ്റ് ഒക്കെ വിട്ടിട്ട് പിന്നെ ഷോ ചെയ്യാൻ വരും. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഫ്രീ ആയിരുന്നു ബേസിക്കലി ക്രിക്കറ്റിന് വേണ്ടി. അന്ന് ഫൈനൽസ് ഒക്കെ ആയിരുന്നു, അപ്പൊ അത് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും ചെയ്യാൻ. അപ്പം ഇത്രയും ഇഷ്ടം, അത് മോശമാണ്, അത് നല്ല കാര്യമല്ല. ഷോസ് കിട്ടുമ്പോ ചെയ്യണം. ഇത്ര ഇഷ്ടമായിട്ട് എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് കളിയിലേക്ക് മാറാതിരുന്നേ? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നത്. ഭയങ്കര ഒരു ഇപ്പോഴും ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഒരു സംഭവം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നെറ്റ്സ് കളിക്കാൻ പോകും. ഇപ്പൊ മഴക്കാലമാണ്, ഈ സമയത്ത് പറ്റില്ല, പക്ഷെ പറ്റും. പക്ഷെ എന്താ പറയാ, ബോംബെയിൽ പോകുമ്പോൾ മൈ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഗോ ഫോർ നെറ്റ്സ്. അതാണ് എൻ്റെ എന്താ പറയുക, സിൻസിയർ ആയിട്ട് ചെയ്യുന്ന പരിപാടി. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക എന്നാണ് ഇപ്പോഴും. ബട്ട് സംവേർ എനിക്ക് തോന്നുന്നു എൻ്റെ സമയത്ത് ഈ IPL ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രഞ്ജി, പിന്നെ ഇന്ത്യൻ ടീം, ഇത് മാത്രമായിരുന്നു നമ്മുടെ ഒരു സംഭവം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ച ബോംബെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കുറേ പേര്. അതെ, മേ ബി ഞാൻ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഞാൻ കേരളത്തിന് ട്രൈ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തിന് ട്രൈ ചെയ്യായിരുന്നു. ചിലപ്പോൾ അത്ര എനിക്കറിയില്ല, എവിടെയും കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ സംവേർ ട്രൈ ചെയ്തില്ല എന്നൊരു വിഷമമുണ്ട് എനിക്ക്. ഞാൻ പിന്നെ ചെന്നൈ പോയി, അങ്ങനെ പിന്നെ വേറെ റൂട്ട് പിടിച്ചു. പാട്ടും ഉണ്ടായിരുന്നല്ലോ, ഈ ക്രിക്കറ്റിന്റെ ഇടയിൽ പാട്ടും ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഫുൾ ക്രിക്കറ്റ് കളിക്കും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും പാട്ടിന്റെ. അപ്പൊ അങ്ങനെ ആയിരുന്നു എന്റെ സ്കൂൾ ഡേയ്സ് ഒക്കെ, സ്കൂൾ കോളേജ്. പ്ലെയർ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏറ്റവും ഇഷ്ടം ഡെഫിനറ്റ്ലി സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഒരു ഇതാണ് വിരാട് കോഹ്ലി ഫാനാണ് ഞാൻ. നമ്മുടെ കേരളത്തിലെ സ്വന്തം ആളുണ്ട് സഞ്ജു. സഞ്ജു സാംസൺ നമ്മുടെ കോണ്ടാക്ട് ഉണ്ടോ? മീൻസ് പിന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ അടുത്ത സച്ചിൻ ബേബി ഒക്കെ സച്ചിൻ ബേബി ഭയങ്കര ക്ലോസ് ആണ്. സച്ചിൻ ബേബി മെന്റർ ആയിട്ടും ഞങ്ങളുടെ കൂടെ CCL-നൊക്കെ വന്നിരുന്നു. ഈ കംസ് ലൈക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സിലും പുള്ളി സച്ചിൻ ബേബിയാണ്. സോ ബേസിക്കലി ഇവരൊക്കെ ഇൻസ്പിറേഷൻ ആണ്. കാരണം എനിക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു അങ്ങനെ പാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത്ര നേരമായിട്ട് പാട്ട് പാടിക്കാത്ത എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം എൻ്റെ അടുത്ത് വരുമ്പോൾ ക്യാമറ ടീം പറയും പകുതി ഭാഗം പാട്ടായിരിക്കുമല്ലോ, എന്നിട്ട് ഞാൻ ഇത്ര നേരമായിട്ടും പാട്ട് പാടിപ്പിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റേ അയിലമത്തി ആ പാട്ടാണ്. പക്ഷെ എനിക്ക് മഞ്ഞു പോലെ മാൻതുള്ളി പോലെ എന്നുള്ള ആ പാട്ട് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഈ പ്രശ്നം ലിറിക്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തില്. അപ്പൊ അതൊന്ന് ഫോൺ എടുക്കണം നോക്കിയിട്ട്. ആ പാട്ട് തന്നെ വേണല്ലേ? അത് തന്നെ വേണമെന്നില്ല, ഞാൻ എന്റെ പാട്ട് പാടാം. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് ഞാൻ സ്റ്റീവ് ലോപ്പസ് പറഞ്ഞൊരു മൂവിയുടെ ഒരു പാട്ടാണ്. ഫാദിക്കയുടെ ബ്രദറിന്റെ ഫസ്റ്റ് പടാണ്, ഫർഹാന്റെ. അപ്പോ തെരുവുകൾ നീ ഞാൻ വേഗമായി, അലകടൽ നീ ഞാൻ തോണിയായി, ആരോമലേ ആകാശമേ അണയുന്നു ഞാൻ, നീ പെയ്യുകെന്നിൽ തോരുകെന്നിൽ മഴമേഘമേ, ഞാൻ നിറയാമത് അലിയാമത് എൻ സ്നേഹമേ. അടിപൊളി.
ഇത് ഞാൻ കുറവാണ് പാടാറ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓ ഷാബാസിക്ക ചെയ്തൊരു. ഓക്കെ, നമ്മൾ എപ്പോഴും ഈ പാട്ടുകളൊക്കെ ആയിരിക്കും ഒന്ന് തൈക്കുടം ബ്രിഡ്ജിന്റെ songs ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമയിലെ കുറെ. എനിക്ക് മഞ്ഞു പോലെ ഞാൻ പറയാൻ കാരണം ഞാനത് കേട്ടിരുന്നു ഈ വോയിസില്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് അത് പാടാൻ പറഞ്ഞത്. മഞ്ഞു പോലെ ആഞ്ഞു പോലെ മിന്നൽ പോലെ ആ തെന്നൽ പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കുഞ്ചിയെത്തുന്ന കുളിരിൽ. എനിക്ക് ലിറിക്സ് അറിയില്ല, അതാണ് പ്രശ്നം. ഓക്കെ, എന്തായാലും ഇത്ര മടിയല്ലോ. ഈ പിന്നെ ആക്ടിങ്ങിലേക്ക് വരാൻ എങ്ങനെയാണ് വന്നത്? ആക്ടിങ് ആക്ച്വലി എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. VKP സാറാണ് എൻ്റെ ഷോ, ബാംഗ്ലൂർ ഷോ നടക്കായിരുന്നു ആ സമയത്ത്, തൈക്കുടത്തിൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ VKP സാർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു, ആ സമയത്ത് ഓൺ ദ റോക്സ് ആയിരുന്നു പടത്തിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ സിദ്ധു ചെയ്യണം. അപ്പോൾ VKP സാർ ഇത്ര വലിയൊരു ഡയറക്ടർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പടം, അങ്ങനെയാണ് ഞാൻ കയറിയത്. പിന്നെ ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഐ ലൈക്ക് ദ പ്രോസസ് ഓഫ് ഇറ്റ്. ലൈക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു സംഭവമാണല്ലോ സിനിമ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ആഗ്രഹമാണ് ലൈക്ക് ടു ഡു വൺ ഹിറ്റ് ഫിലിം, ഒരു നല്ലൊരു പടം ചെയ്യുക, ലീഡായിട്ട് ഒരു നല്ലൊരു സംഭവം ചെയ്യുക. അതാണ് എൻ്റെ ഇപ്പോൾ ആഗ്രഹം. വൺ ഓഫ് ദ ഡ്രീംസ് ആണ് അത്, ലൈക്ക് ടു ഡു വൺ നൈസ് ഫിലിം. ജാനേമലിനെ പറ്റി, കാരണം കുറേ ഞാൻ പടം ആക്ച്വലി കുറേ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട്. റോക്ക് സ്റ്റാർ കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞ കഥ എന്നൊരു പടത്തിലും ലീഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോളോയില് ദുൽഖറിന്റെ കൂടെ ഫ്രണ്ടായിട്ട് ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ദുൽഖർ സൗബിനൊക്കെ ഞാൻ ഒരുമിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൂടയില് അഞ്ജലി ചേച്ചിയുടെ പടത്തില് റോഷനും ദർശന ആ ഒരു ഇതിലുണ്ടായിരുന്നു. അങ്ങനെ കോളാമ്പി TK രാജീവ് കുമാർ സാറിന്റെ, അതിൽ നിത്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. രവിവർമ്മൻ സാറായിരുന്നു DOP അതിന്റെ. അപ്പോൾ അങ്ങനെ നല്ല നല്ല ടീംസിന്റെ കൂടെ എനിക്ക് ചെയ്യാം. ചിദംബരത്തിന്റെ ഫസ്റ്റ് പടം ജാനേമൻ, അവിടെ അതിലാണ് എന്നെ ആൾക്കാർ കുറച്ച് ശ്രദ്ധിച്ചതും. ആൾക്കാർ പിന്നെ അതിലാണ് എന്നെ ഒരു, സാധാരണ എന്നെ കാണുമ്പോൾ എല്ലാരും പറയുന്നത് ഇത് നമ്മുടെ സിദ്ധാർത്ഥ് മേനോനല്ലേ തൈക്കുടത്തിന്റെ, അങ്ങനെ ആണല്ലോ എല്ലാരും അറിയുന്നത്. ജാനേമൻ കഴിഞ്ഞിട്ട് ദേവേ പീപ്പിൾ എന്താ പറയാ, റെസ്റ്റോറന്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഇത് നമ്മുടെ നന്ദൻ വർമ്മയല്ലേ. സോ ദാറ്റ് വാസ് സംതിങ്, എന്താ പറയാ, എനിക്കൊരു വിജയമായിരുന്നു, ഒരു സ്മോൾ വിക്ടറി എന്ന് പറയില്ല. അപ്പോൾ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഓക്കെ. ഒരു ക്യാരക്ടറിന്റെ നെയിം പറഞ്ഞിട്ട് ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഐ മീൻ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ആസ് ആൻ ആക്ടർ. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാനവനിലേക്ക് വരുമ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു വിഷസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് മൊത്തം, പിന്നെ അല്ല ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിലും ഒരു കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്? എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മള് കാരണം എന്താ പറയാ, ഇപ്പൊ എനിക്ക് കുറച്ച് വയസ്സുമായിട്ടുണ്ട് ആക്ച്വലി. പഴയ പോലെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല. എങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? സർപ്രൈസസ്. എന്റെ പ്രശ്നം എന്താ പറയുക, എനിക്ക് ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്റെ കുറിച്ച് ഐഡിയ. ഞാൻ ഈ ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോകുമല്ലോ, ലൈക്ക് വേൾഡ് ടൂർ ചെയ്യും, നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോവും, US പോവും, ഷോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും പോകും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അവിടുത്തെ ഒരു ബസ്സിൽ, അങ്ങനെ എന്താ പറയുക, അവിടുത്തെ വോൾവോ സംഭവം ഉണ്ടാവില്ല, അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യായിരുന്നു. ഫുൾ ടീം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരിക്കുന്ന സൈഡിലായിരുന്നു ഭയങ്കര ഒരു നല്ല സീനറി ഉള്ള ഒരു സംഭവം, ലൈക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും, ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും വന്നു അത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരും നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കിയിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്ന് ആലോചിച്ച് ഞാൻ കുറെ നേരമായിട്ട്, കാരണം എനിക്ക് ഈ സർപ്രൈസ് പരിപാടി അല്ലെങ്കിൽ അതൊന്നും എനിക്ക് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതായിരിക്കും, എനിക്ക് അറിയില്ല. എക്സ്പ്രഷൻ പരിപാടി കുറച്ച് ബുദ്ധിമുട്ടാണ്. മേ ബി പാട്ടിൽ എനിക്ക് പറ്റും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ, എനിക്ക് കുറച്ചും കൂടി മോർ ദാൻ വേർഡ്സ് ഓർ മോർ ദാൻ എനിക്ക് കൺവേ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മോഡ് പാട്ടാണ്. അപ്പോ അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ചോദിച്ച കാരണം അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് മൂമെന്റ് ചിലപ്പോ ഉണ്ടായിരിക്കും, പക്ഷെ അതെനിക്ക് അറിയില്ല, കാരണം എനിക്കത് മനസ്സിലായിട്ടില്ല ആ ഒരു സംഭവം. സോ എനിക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, അമ്മ, എന്റെ ഫാമിലി. ഇപ്പൊ ദിസ് ബർത്ത്ഡേ, എന്റെ ആക്ച്വലി ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞുള്ളൂ, July 1st എന്റെ ബർത്ത്ഡേ. അപ്പോ ഇത് July 25th ആണോ? ഓക്കെ, അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അപ്പോ
അതന്നെ. അപ്പോൾ ഈ പ്രാവശ്യം ഫാമിലിയുടെ കൂടെ ആയിരുന്നു, വൈഫിന്റെ കൂടെയും അച്ഛനമ്മയുടെ കൂടെയും. സോ അത് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേസ് ആയിരുന്നു ആക്ച്വലി. കാരണം നോർമലി ഞാൻ ഷോയിലായിരിക്കും, എൻ്റെ വൈഫ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബർത്ത്ഡേസ് നോർമലി നടക്കുക, എൻ്റെ ബാൻഡിന്റെ കൂടെ ഒക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് ഓർമ്മയൊന്നുമില്ല. വൈഫിനെ പറ്റി ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് സിദ്ധാർത്ഥ് ഇവിടെ കേരളത്തിൽ മലയാളം അറിയുന്ന, അവിടെ പോയതിന് ശേഷം ഇങ്ങനെ ആയിട്ടൊരു ആളാണെന്ന. വൈഫ് മലയാളി അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ മലയാളം പഠിപ്പിച്ചോന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനും മലയാളി അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനും ഇപ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾക്ക് മലയാളികൾക്ക് തോന്നിയിട്ടേ ഇല്ല മലയാളം അറിയില്ല അല്ല മലയാളി അല്ല എന്നുള്ള കാര്യം. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടില് മലയാളം സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക. ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് ഹിന്ദിയാ, അച്ഛനമ്മയുടെ കൂടെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് കാരണമാണ്. പക്ഷെ ഒരു നല്ല സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചത് അതൊരു സൗത്ത് ഇന്ത്യൻ സ്കൂളായിരുന്നു. അപ്പൊ അവിടെ 8, 9, 10th എല്ലാം ഞങ്ങൾക്ക് ഹാഫ് മലയാളം ഹാഫ് ഹിന്ദി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന് ഉണ്ടായിരുന്നു ഞാൻ മലയാളം പഠിക്കണം. അപ്പൊ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. അതെനിക്കറിയാം. സംസാരം അത്ര ഇല്ല, കാരണം യൂസ് ടു ഹിന്ദിയാണ്. അപ്പൊ എന്റെ തോട്ടൊക്കെ പോകുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെയാണ്. അതെ. സോ സംസാരം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു 1 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോ ആ ഫ്ലുവൻസി കൂടുന്നുണ്ട്. അപ്പം വൈഫ് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ഗോട്ട് മാരീഡ് എന്നുള്ളതാണ്. മലയാളി പെണ്ണിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല? വൈഫിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ നോക്കിയിട്ടൊന്നല്ല ഞാൻ. ഒരു ഫ്രണ്ട് ഓക്കെ ആയിരുന്നു കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അതെ, ഐ മീൻ ഒബ്വിയസ്ലി യു ഹാവ് ടു ലവ് സംവൺ ടു ഗെറ്റ് മാരീഡ്. ആ ഒരു ഫ്രണ്ട് ആയ കാരണം എന്നെ കുറെ കൊല്ലങ്ങളായിട്ട് എന്നെ അറിയാം. അപ്പോൾ എൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ ഡേയ്സ് തൊട്ട് ഞങ്ങള് ആക്ച്വലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഡാൻസർ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മുംബൈ ടീമിൽ റെപ്രസെന്റ് ചെയ്താണ്. ഞങ്ങൾ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, സോണൽ ലെവലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ എന്താ വാട്ട് ഐ ഫീൽ. ഈ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ 2015 ഇറങ്ങിയെന്ന് തോന്നുന്നു. ആ ടൈമിൽ ആളുകളിലേക്ക് എത്താൻ കുറച്ച് പാടായിരുന്നു. എനിക്ക് തോന്നുന്നു VKP സാറിന്റെ സിനിമാസ് എല്ലാം കുറച്ച് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇന്നായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് വേറൊരു ഇമ്പാക്റ്റ് ആണ് കിട്ടുക. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ സിനിമ ഇപ്പൊ ഇറങ്ങി? ഡെഫിനറ്റ്ലി. അത് ഞങ്ങൾ ആക്ച്വലി റീസെന്റ് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്തിരുന്നു. റോക്ക് സ്റ്റാർസിന്റെ ADയും ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ പറയായിരുന്നു we were kind of little before time. കാരണം ഇപ്പോഴാണ് എല്ലാവരും OTT, കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു എല്ലാവരും ഈ OTT പ്ലാറ്റ്ഫോം എല്ലാം കണ്ടിട്ട്, അപ്പോൾ ഡിഫറെന്റ് ലാംഗ്വേജസിലെ പരിപാടികളെല്ലാം കണ്ടിട്ട് now they are എന്താ പറയാ used to see all these kind of things. അപ്പോൾ somewhere കാരണം I still believe that Rockstar ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരുന്നു. ഒരു നല്ലൊരു നല്ല കണ്ടന്റ് ആയിരുന്നു. അപ്പോൾ അത് മേ ബി ഇപ്പൊ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി OTT-ലൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടി ആയനെ. അത് റീ റിലീസ് ചെയ്യാനായിട്ട് ഐഡിയ ഒന്നുമില്ല. അങ്ങനെ പറയാം. അങ്ങനെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഷുവർ, ഡെഫിനറ്റ്ലി. അത് ഫസ്റ്റ് പടം അല്ലേ? അപ്പൊ ആ സമയത്ത് കുറെ മീൻസ് അതിന്റെ കൂടുതൽ അഭിനയം അറിയില്ല എന്നൊക്കെ ഉള്ള ഒരു കുറെ കമന്റ്സ്. എനിക്ക് എല്ലാം ഇറ്റ് വാസ് ന്യൂ ടു മീ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇത് ഞാൻ എന്താ പറയാ വാട്ട് യു ആർ സേയിങ് അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പിന്നെയാണ് ഇപ്പോഴാണ് നമ്മൾ പടങ്ങൾ, എനിക്കൊരു സംഭവം മനസ്സിലായെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ചെയ്യുന്നു അത്ര നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ചില പടത്തിൽ ഞാൻ നോക്കില്ല എന്താണ് എൻ്റെ ക്യാരക്ടർ. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാം. കാരണം ഞാൻ രവിവർമ്മൻ സാറിന്റെ കൂടെ ചെയ്തപ്പോൾ അതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പൂളാമ്പി എന്ന പടം ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം DOP സാർ, രവിവർമ്മൻ സാറൊക്കെ പറയുമ്പോൾ, TK രാജീവ് കുമാർ സാറൊക്കെ പറയുമ്പോൾ അതിലെല്ലാവരും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആയിരുന്നു. സത്യമേനാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഓൾ വേ നാഷണൽ അവാർഡ് വിന്നേഴ്സ് എക്സെപ്റ്റ് മീ. അപ്പോൾ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാനിപ്പോൾ ബേസിക്കലി ഐ എം ലേണിംഗ്. എന്താ പറയുക, 1 by 1 പടങ്ങൾ ചെയ്യുമ്പോഴാണ് ജാനേമനിൽ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് നീ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് നീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് സംഭവം ഞാൻ ഈ NMBക്ക് ഞാൻ പറഞ്ഞത് അതിലെനിക്ക് കുറെ കോംപ്ലിമെന്റ്സ് കിട്ടിയിരുന്നു അവിടെ നിന്ന്. അത് കാരണമാണ് എനിക്ക് more 2 films I got there. സോ ഹോപ്പ്ഫുള്ളി ഒരു പെരുങ്കളിയാട്ടം എനിക്ക് ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം അതൊരു നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ കണ്ണൂർ ഭാഷയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡബ് ചെയ്യാൻ.
അത് സ്വന്തമായിട്ട് ഡബ് ഞാൻ തന്നെയാണ് ചെയ്തത്. എങ്ങനെ ആ ചലഞ്ച് ഏറ്റെടുത്തു? അത് കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്റെ ശബ്ദം അറിയാലോ, ലൈക് ബിക്കോസ് ദേ ഹാവ് അക്സെപ്റ്റഡ് മീ ആസ് എ സിംഗർ. സോ സംവെയർ വേറെ ആൾ ഡബ് ചെയ്യുമ്പോൾ അതൊരു അത് ആക്ച്വലി സോളോയില് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, വേറെ ആളാണ് ഡബ് ചെയ്തത്. അപ്പോ പിന്നെ ജയരാജ് സാറിന്റെ മസ്റ്റ് ആയിരുന്നു ഞാൻ തന്നെ ചെയ്യണമെന്ന്, ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സാറിന്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ അതിനോട് ബന്ധമുള്ളൊരു സിനിമയാണല്ലോ അത്. അപ്പൊ സാറിന്റെ അടുത്ത് സംസാരിക്കോ മീറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? സുരേഷിന്റെ കൂടെ അഭിനയിച്ചപ്പോ സംസാരിച്ചിട്ടുണ്ട്. മീൻസ് സാറും ഉണ്ട് ഇതിന്റെ കൂടെ അല്ലേ? സുരേഷ് ഏട്ടന്റെ പടമാണ് ഒരു പെരുങ്കളിയാട്ടം. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു അതിന്റെ വേറൊരു പാർട്ടായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. കളിയാട്ടം ഫസ്റ്റ്, ഇത് സെയിം ടീം സെയിം ഇതിന് ഒരു പെരുങ്കളിയാട്ടം സെക്കൻഡ് ആണ്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അയ്യോ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സുരേഷ് ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്താ പറയാ, ഭയങ്കര കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണൂർ ഭാഷ, പിന്നെ സുരേഷിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ലൈക്കുന്നു. പക്ഷെ സാർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ നിന്നോ, ക്യാമറമാൻ്റെ അടുത്തും അല്ലെങ്കിൽ അവരുടെ അടുത്തും പറയും സിദ്ധൂടെ ഇങ്ങനെ ഇതെടുത്തോ, ഒരു വന്നാൽ നല്ലതായിരിക്കില്ലേ. സോ ഹി വാസ് വെരി വെരി കൺസേൺ. ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുള്ളിയിൽ തോന്നിയത് എന്തായിരിക്കും? ഐ തിങ്ക് ഹീസ് എ വെരി ഇമോഷണൽ ഗൈ. അതാണ് എനിക്ക് ഏറ്റവും തോന്നിയത്. കാരണം അത്ര സിനിമയുടെ സെറ്റിലാണ് ഞാൻ എന്താ പറയുക സംസാരിച്ചതും എല്ലാം. പക്ഷേ ഹീസ് എ വെരി ഇമോഷണൽ പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. ഞാനൊരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സിദ്ധാർത്ഥിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു സാധനം ഞാൻ ഒരു കടമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാൻ പോവാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻസും ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് നിങ്ങൾ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അൺനോൺ ഫാക്ടേഴ്സ് അബൌട്ട് സിദ്ധാർത്ഥ് മേനോൻ. അൺനോൺ ഫാക്ടേഴ്സ് അബൌട്ട് മീ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് റിലേറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ലവ്, ക്രിക്കറ്റ് ഓർ സിംഗിങ്? ക്രിക്കറ്റ്. സിംഗിങ് ടു. എന്താ സിംഗിങ് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ക്രിക്കറ്റ് ആണ് എന്റെ ഫസ്റ്റ് ലവ്. ലൈക്ക് അകത്തുനിന്ന് ഇഫ് യു ആസ്ക് മീ, ഐ എം സംവെയർ, ഞാനിപ്പോ സ്റ്റേജിൽ പോകുമ്പോഴും എൻ്റെ ഉള്ളൊരു സ്പോർട്സ്മാൻ ആണ് ആക്ച്വലി ആ സ്റ്റേജിൽ വരാം. ലൈക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ക്രൗഡ് ആണെങ്കിലും അത് എങ്ങനെയെങ്കിലും ഷോ അടിപൊളിയാക്കാം. സോ അതൊക്കെ എൻ്റെ ഒരു സ്പോർട്സ്മാൻ്റെ ക്വാളിറ്റീസ് ആണ് എനിക്ക് ബേസിക്കലി കാണുന്നത്. ലൈക്ക് ലോട്ട് ഓഫ് ടൈംസ് വെൻ ഐ ഗോ ഓൺ സ്റ്റേജ് ഐ ഫീൽ ലൈക്ക് ആ ക്വാളിറ്റീസ് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസിപ്ലിൻ സംഭവം നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അത് ഫുൾ അവിടെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ലോട്ട് ഓഫ് തിങ്സ്. അത് എനിക്ക് എന്താ പറയാ പറയാൻ അറിയില്ല. പക്ഷേ ക്രിക്കറ്റ് ഹാസ് ഹെൽപ് മീ എ ലോട്ട് ഇൻ ലോട്ട് ഓഫ് തിങ്സ്. എങ്ങനെയാണ് ടീമിന്റെ കൂടെ നമ്മൾ കളിക്കുക. ഇപ്പൊ ഒരു ബാൻഡ് ആവുമ്പോഴും അത് ടീമാണ്. അപ്പൊ ബാൻഡിന്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. കാരണം എല്ലാവരും സെയിം ആൾക്കാരായിരിക്കില്ല, എല്ലാവരുടെ വേറെ വേറെ രീതിയായിരിക്കും ഡീൽ ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ക്രിക്കറ്റ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സ്പോർട്സ് generally teaches us a lot is what I feel, and everyone should do something, like play something, ഏതെങ്കിലും ഒരു സ്പോർട്സ് എടുക്കുന്നത് ആക്ച്വലി എപ്പോഴും നല്ലതാണ് is what I feel. സെക്കൻഡ്, ടാറ്റൂസ് ലവർ ആണോ? ടാറ്റൂസ് എല്ലാം ടാറ്റൂസ് ലവർ ആണോ? മീൻസ് കുറെ ടാറ്റൂസ് ഉണ്ട്. ടാറ്റൂയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാ ടാറ്റൂ ലവേഴ്സ് പറയും ഈ ഒരു ടാറ്റൂ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് ഈ ടാറ്റൂയുടെ പ്രശ്നം. പക്ഷെ ഞാനിപ്പോ പെരുങ്കളിയാട്ടം ചെയ്തപ്പോ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എനിക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു. അതെ, അപ്പൊ അതൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ നിർത്തിയത്. ഈ ടാറ്റൂസിനൊക്കെ മീനിങ് ഉണ്ടോ? മീനിങ് ദിസ് ഇസ് എ മൈക്ക് ആൻഡ് മ്യൂസിക് ഫോർ എവർ വെൻ വേർഡ്സ് ഫെയിൽ മ്യൂസിക്. ക്രിക്കറ്റിന് വേണ്ടി ഒരു ടാറ്റു ആക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം മ്യൂസിക് റിലേറ്റഡ്. ഡെസ്റ്റിനി, ഇതൊരു ഫാമിലി ട്രൈബ് പരിപാടിയും. വൈഫിന്റെ പേരില്ല, ഇത് ഫാമിലി എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അച്ഛനമ്മയുടെയും. അങ്ങനെ ഇവിടെ ഹ്യൂമൻ പറഞ്ഞിട്ടൊരു ചെറിയ ടാറ്റു ഉണ്ട്. അത് ആക്ച്വലി പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഒരു വലിയ ടാറ്റു ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ ഈ പടത്തിന്റെ ഒരു ഈ എക്സ്പീരിയൻസ് കാരണം എനിക്ക് മനസ്സിലായി
അതെ അതെ, ക്യാരക്ടർ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഈ ടാറ്റു ഒരു പ്രശ്നമാണ്. പെയിൻഫുൾ ആയിരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ? പെയിൻഫുൾ അങ്ങനെ തോന്നിയിട്ടില്ല, ഇല്ല ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല മീൻസ് ഇത് ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര പെയിൻ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല, ഇല്ല തോന്നിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജിംബോയ് ആണ്? ജിംബോ ആയിരുന്നു. ഇപ്പോൾ അല്ല, ആക്ച്വലി ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ജിമ്മൊന്നും ഇല്ല. പക്ഷേ എൻ്റെ 10th വെക്കേഷനൊക്കെ ആയപ്പോൾ ഞാൻ നല്ല രീതിയിൽ വട്ട് പിടിച്ച് ജിം ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ അത് കാരണം കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇഷ്യൂ ആയി എൻ്റെ ലേറ്റർ ഓൺ. സോ സംവെയർ ജിം അങ്ങനെയാണ് നിന്ന് പോയത് എൻ്റെ. പിന്നെ ഞാൻ ബൾക്കാവും, ഞാനിങ്ങനെ ബോഡി ബിൽഡർ പരിപാടിയാവും. അപ്പൊ അതായാലേ ഞാൻ ഇനിയും ഷോർട്ടായി, ഓൾറെഡി ഷോർട്ടാണ്, അപ്പൊ കുറച്ചും കൂടി അങ്ങനെ കളിയാക്കും ആളുകൾ ഷോർട്ടാന്ന് പറഞ്ഞിട്ട്. കളിയാക്കൊന്നുമല്ല, ഫ്രണ്ട്സ് ഒക്കെ അത്ര ഷോർട്ടൊന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഞാൻ ഷോർട്ടാണ്, എനിക്ക് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് തമാശക്കാണെങ്കിലും പറയും, ഇപ്പോഴും പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് ഞാൻ ചോദിച്ചു ഓൾറെഡി. ഫുഡ്, ഫേവറേറ്റ് ഫുഡ്? ഫുഡ് ആക്ച്വലി ചിക്കൻ ലോലിപോപ്പ് ഫ്രം അങ്കിൾസ് കിച്ചൺ. ഇതൊരു സ്ഥലമുണ്ട് അങ്കിൾസ് കിച്ചൺ പറഞ്ഞിട്ട്, മുംബൈയിൽ. അതെ അതെ. അപ്പോൾ അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഒബ്വിയസ്ലി അമ്മയുടെ പ്രിപ്പറേഷൻ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എപ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ കഴിച്ച് വീട്ടിലത്തെ ഭക്ഷണം കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരിക്കും? കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഫ്ലേവർ തന്നെ വേറെയാണ്. അപ്പോൾ ഞാൻ ബോംബെയിൽ കഴിച്ചിട്ട് ലൈക്ക് ഫുൾ ടൈം, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ദിവസം ബോംബെയിൽ ഞാൻ കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വരുമ്പോൾ ഞാൻ എവിടെ പോയാലും അത് ഒരു ഭയങ്കര സംഭവമാണ്. ലൈക്ക് ആ ഒരു റിയലൈസേഷൻ അപ്പോഴാണ് നമുക്ക് വരുന്നത്, ഓ ഈ ഒരു ടേസ്റ്റ് അവിടെ ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത്? മീനാണ് ഞാൻ കൂടുതൽ കഴിക്കുക, ഫിഷാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ മീൽസ് ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പായസം, സദ്യ അങ്ങനെയൊക്കെ. സ്വീറ്റിന്റെ അത്ര ഫാൻ അല്ല, പക്ഷേ സദ്യ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അമ്മയുടെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അച്ഛനും നന്നായിട്ട് ഉണ്ടാക്കും. അച്ഛന് ചിക്കനൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിക്കനൊക്കെ അച്ഛൻ ഉണ്ടാക്കും, അതാണ് എനിക്ക് കൂടുതൽ. എനിക്കൊന്ന് അമ്മയുടെ കൂടെ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ രണ്ടുപേരുടെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ജസ്റ്റ് ദാറ്റ് അമ്മയുടെ കൂടെയാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അച്ഛൻ ഇങ്ങനെ സൈലന്റ് ലവറാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആളാണ്. ലൈക്ക് യുനോ ഹീ സമ്മൺ ഹൂസ് ലൈക്ക്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അച്ഛന് വേണ്ടി എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അച്ഛന് ഇഷ്ടപ്പെടുന്ന സംഭവം മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ കടയിൽ പോയായിരുന്നു. അപ്പോൾ അപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം കണ്ടു. അപ്പോൾ അച്ഛൻ ഇത് സിദ്ധുവിന് ഭയങ്കര അടിപൊളിയായിരിക്കില്ല ഇത് നമ്മൾ മേടിച്ച. സോ അച്ഛൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതാണ്, അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ കാണിക്കില്ല, ബട്ട് ഹി ലവ്സ് മീ ദ മോസ്റ്റ് ഇസ് വാട്ട് ഐ ഫീൽ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂമെന്റ്സ് ഏതായിരിക്കും ഇവരുടെ രണ്ടാളുടെയും കൂടെ ഉള്ള? എല്ലാ മൊമെന്റ്സും. ഐ മീൻ ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പോൾ എത്ര സമയം എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സമയം എന്ന് പറഞ്ഞാൽ അവർ ഇവിടെയാണ്, ഇപ്പോൾ കേരളത്തിലാണ് കൂടുതലാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടനുണ്ട്, ശരത്തേട്ടൻ ലണ്ടനിലാണ്. ചേട്ടൻ സയൻറ്റിസ്റ്റ് ആണ്, അപ്പോൾ ഹീസ് ഇൻ ലണ്ടൻ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ബെസ്റ്റ് ഫേസ് ആണ് ലൈഫിൻ്റെ. എൻ്റെ അമ്മ VRS എടുത്തതാണ്. സോ അത് കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ കുറച്ചു നേരം മാക്സിമം ടൈം ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ദേ വിൽ കം ടു മീ സ്റ്റേ വിത്ത് മീ ഇൻ മുംബൈ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അവിടെ പോവും. ചേട്ടനൊരു കുട്ടിയുണ്ട്, അപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഹിയർ ദേർ യുനോ. സോ ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ച സംഭവം എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നാണ്. ബോംബെയിൽ പോകുമ്പോൾ അവരുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയാണ്. ഇപ്പൊ അവര് ബോംബെയിൽ പോയിട്ടുണ്ട്, ലൈക്ക് റീസെന്റ് അവിടെ കുറച്ച് ദിവസം മുമ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നാളെ അവിടെ അങ്ങോട്ടേക്ക് പോകും. ഏറ്റവും വലിയ പേടി എന്തായിരിക്കും? പേടി, ഞാൻ ആക്ച്വലി ക്ലോസ്ട്രോഫോബിക് ആണ്. എനിക്ക് ഈ ലിഫ്റ്റ് ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഈ ലിഫ്റ്റിൽ പോകുമ്പോ എന്റെ കൂടെ ആൾക്കാർ കുറച്ചുണ്ടാവും. അതെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് പൊട്ടിപ്പോയാ എന്ത് ചെയ്യും? അയ്യോ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ആക്ച്വലി മൈഗ്രെയിൻ, ഞാൻ ഈ ഗ്ലാസ് പോലും ആക്ച്വലി ഇപ്പൊ ഇട്ട് ഇരിക്കുന്നത് കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ സിവിയർ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരു മ്യൂസീഷ്യന് ആക്ച്വലി ഇതൊക്കെ ഓക്കെ ആയിരിക്കണം, പക്ഷെ ലൈറ്റും സൗണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോ അതാണ് ഈ മൈഗ്രെയിൻ ആണ് സീൻ. ഇപ്പൊ ഈ
അത് കാരണം ഞാൻ MRI ചെയ്യാൻ എനിക്ക് പേടിയാണ്. അതെ അതിലേക്ക് അതും എനിക്ക് അതുകൊണ്ട് അറിയാം, ഞാൻ പറയുമോന്നറിയാൻ വേണ്ടിട്ട് അയ്യോ, വെയിറ്റ് ഞാൻ ചെയ്തേ. കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്ത് എന്റെ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ട് എന്നെ അകത്ത് കയറ്റാൻ വേണ്ടി. ഇതുവരെ എടുത്തിട്ടില്ല, ഞാൻ ഓപ്പൺ അങ്ങനെ MRI സിറ്റുവേഷൻ വന്നിട്ടേ ഇല്ല. അല്ല MRI എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് മൈഗ്രെയിൻ പ്രശ്നം കാരണം MRI ചെയ്യണ്ടേ. അപ്പോ എനിക്കറിയാം ഇത് മൈഗ്രെയിൻ ആണെന്ന്, പക്ഷെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. കാരണം എന്റെ അമ്മയ്ക്ക് ഹെറിഡിറ്ററി സംഭവമാണ് ആക്ച്വലി. ബേസിക്കലി അമ്മയ്ക്കും ഉണ്ട് സെയിം സിംറ്റംസ് ഒക്കെയാണ് എനിക്കും. അപ്പൊ ഡോക്ടറിന്റെ ഫസ്റ്റ് സമയം പറഞ്ഞാൽ ഡോക്ടർ പറയും MRI ഡു MRI ആൻഡ് കം. പക്ഷെ MRI പറ്റില്ല. ഇല്ല, ഞാൻ ഓപ്പൺ MRI ശ്രമിച്ചു, ഒയ്യോ പറ്റില്ല. അതിനി മാറിയില്ല എന്ന് തോന്നുന്നു. മീൻസ് MRIയില് ഇരുട്ടിനെ പേടിയാണ്, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോകുന്നില്ലേ? അകത്ത് വന്ന് പേടിയാണ്. ഭയങ്കര പേടിയാ. ഇരുട്ടിന് പേടിയുണ്ടോ ശരിക്കും? ഇരുട്ട് പേടിയില്ല. ഇപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആയി അങ്ങനെ പേടിയില്ല. പക്ഷേ ലിഫ്റ്റിൽ സ്റ്റക്ക് ആയാൽ ചിലപ്പോ പാനിക് ആവും. വലിയ ബിൽഡിങ്ങിന്റെ മണ്ട കയറുമ്പോ അങ്ങനെയൊക്കെ പേടിയുണ്ടോ? ബിൽഡിങ്ങിന്റെ അങ്ങനെ ഇല്ല. ഫ്ലൈറ്റിലൊക്കെ കയറാൻ പേടിയില്ലേ അപ്പൊ? ഫ്ലൈറ്റിൽ പേടിയില്ല. ഇല്ല ഇല്ല, ഫ്ലൈറ്റ് യൂസ് ടു ആയി. ഓ, ഫ്ലൈറ്റിൽ അങ്ങനെ പേടിയില്ല. ഓക്കെ. ഫ്ലൈറ്റിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കൊറേ ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് ലിഫ്റ്റിലും അവിടെ ഒന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ലിഫ്റ്റൊക്കെ പേടിയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇനി ആൾക്കാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേടിയൊക്കെ ആയിരിക്കും. ലിഫ്റ്റ് സ്റ്റക്ക് ആയത് സ്റ്റക്ക് ആയിട്ടില്ല. അങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യും എനിക്കറിയില്ല. അപ്പൊ അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലപ്പോ അറ്റാക്ക് പറ്റുമായിരിക്കും. അറിയില്ല. അയ്യോ അങ്ങനൊന്നും പറയില്ലേ. ഇപ്പൊ നമ്മൾ ഗോവിന്ദേട്ടന്റെ അവസരമൊക്കെ ചോദിച്ചു, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടോ നേരിട്ട് ഇത്രയും? പിന്നെ എപ്പോഴും ചോദിക്കും, എല്ലാ ദിവസവും ഒരു മടിയില്ലാണ്ട് ഞാൻ ചോദിക്കും, ചേട്ടാ എനിക്ക് എപ്പോഴാണ് പാട്ട് വരൂടാ നിക്ക്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പടങ്ങളൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ കുമ്പളങ്ങി നൈറ്റ്സ് ഫോർ എക്സാമ്പിൾ, ഒരു നമ്മള് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ പക്ഷെ അതിന്റെ പടത്തിന്റെ ഒരു മൂഡ് എന്ന് പറയുമ്പോ ഒരു വേറെ ആണല്ലോ കുമ്പളങ്ങിൽ നടക്കുന്ന ഒരു. അപ്പൊ അതില് സൂരജേട്ടന്റെ ശബ്ദം വരുമ്പോ ആണ് മാച്ച് ആവുന്നത്. അപ്പൊ ഞാൻ പാടുമ്പോ അത് കുറച്ചൊരു ട്രെൻഡിയായി മാറും ചിലപ്പോ. ആരും കാണാൻ ഹൃദയ താരമതിൽ ഞാൻ പാടുമ്പോ കുറച്ചൊരു റൊമാൻറ്റിക് വേറൊരു ഫീലാണ് അതിൽ വരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗോവിന്ദ് ചേട്ടൻ ചെയ്യുന്ന പടങ്ങളും കൂടുതൽ അങ്ങനത്തെ പടങ്ങളാണ്. ഇപ്പോ വിജയ് സേതു 96 എന്ന പടത്തില് അപ്പൊ ഞാൻ തമിഴ് പാടിയാൽ ഒരു ഒത്തന്റിസിറ്റി ഒരു സംഭവമില്ലേ, ഒരു റോനെസ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ചിലപ്പോ വരില്ല. യുനോ സോ ഇപ്പൊ പ്രദീപ് ഒക്കെ പാടുന്ന പോലെ അവരുടെ തമിഴ് ഒരു വേറെ രീതിയിലാണ് അവര് സംസാരിക്കുക അല്ലെങ്കിൽ പാടുമ്പോ ഒരു ഒത്തന്റിസിറ്റി റോനെസ് ഉണ്ട് അതില്. അതൊരു റീസൺ ആയിരിക്കാം. കാരണം അതൊരു റീസൺ ആണ്. കാരണം കുറെ പടത്തിൽ ഞാനത് ഫേസ് ചെയ്യേണ്ടത്. അത് നല്ലതുമാണ്, അത് നെഗറ്റീവായിട്ടും ചിലപ്പോൾ വരും, അത് പോസിറ്റീവായിട്ടും വരും. കാരണം ഞാൻ പാടുമ്പോൾ കുറച്ചൊരു ട്രെൻഡി പോലെ അല്ലെങ്കിൽ ഇപ്പൊ റൊമാൻറ്റിക് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ പോലെ പടത്തില് ഒരു പാട്ടാണെങ്കിൽ ഓക്കെയാണ്. യുനോ എന്റെ വോയിസും എന്റെ പരിപാടിയും സ്റ്റൈൽ മാച്ച് ആവുന്ന ഒരു സംഭവമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് അങ്കമാലി ഡയറീസ്, കുമ്പളങ്ങി നൈറ്റ്സ്, അങ്ങനത്തെ ഒരു യുനോ ഇത് പറയുമ്പോൾ ഒരു കുറച്ചും കൂടി റോനെസ് ഉണ്ടെങ്കിൽ, കാരണം കമ്പോസിഷൻസ് ഒക്കെ അങ്ങനെയാണ് കൂടുതൽ. എന്ത് ടൈപ്പ് പാട്ട് പാടാൻ കൂടുതൽ? എനിക്ക് എല്ലാ ടൈപ്പ് പാടാൻ ഇഷ്ടമാണ്. ഞാൻ ഫാസ്റ്റും കുറെ പാടിയിട്ടുണ്ട്, ഇങ്ങനെ റൊമാൻറ്റിക് സോങ്സും പാടിയിട്ടുണ്ട്. കൂടുതൽ റൊമാൻറ്റിക് ആണ് ഡെഫിനറ്റ്ലി. എനിക്ക് സാഡ് സോങ്സ് ഒക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭി മുജുമെ പോലെ, ഊരൊക്കെ പോലെ പാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് പക്ഷേ ഹേഷാമിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു. അത് വേറെ തന്നെ. അത് ഒരിക്കലും ഞാൻ എന്തായിരുന്നു, മൈക്ക് സിനിമയില്. അപ്പൊ അത് വേറെ തന്നെ ഒരു ട്രെൻഡി സംഭവമായിരുന്നു. സോ അതാണ്. But I personally love to sing romantic songs. But yeah, I want to try all genres. Rap ഒഴിച്ച്. എനിക്കൊന്നും ഞാൻ പറയാതിരിക്കാൻ വേണ്ടി ശരിയാവില്ല. അതാ ഞാൻ ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യാത്തെന്താ? അല്ല, റാപ്പ് പാടാൻ ഇത്ര പേരില്ലേ? അടിപൊളി ആൾക്കാരുണ്ട്. ഇപ്പം റാപ്പ് സിംഗിങ്ങിന് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്. അത് കുട്ടി ഫാൻസ് ആണ്. വേടന്റെ ഒക്കെ ഫാൻസിനെ അറിയാലോ. ഞാനും വേടന്റെ ഫാനാണ്. അതെ അതെ. അപ്പം അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന കാലഘട്ടത്തിൽ റാപ്പ് സിംഗിങ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാൾ. പക്ഷെ അത് എന്റെ ജോണർ അല്ലല്ലോ. ഞാൻ
പറ്റാത്ത പണിക്ക് എന്തിനാണ് നമ്മള് പോകുന്നത്? അതെ അതെ. ഓക്കെ, ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ റെലവെന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്, പ്രത്യേകിച്ച് മുംബൈയിൽ നിന്നൊക്കെ ഉള്ള ഒരു സിംഗേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണേ. നമുക്കൊരു വർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യണേ ഡ്രഗ്സിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് പ്രസന്റ് ചെയ്യണേ? നമ്മുടെ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ മ്യൂസിക് തന്നെ ഒരു ഡ്രഗ് ആണ്. ഐ മീൻ ഒരു പരിപാടിയുടെ ആവശ്യമില്ല. ലൈക്ക് ഇപ്പൊ എന്റെ whenever I am sad I listen to music, whenever I am happy I listen to music. तो basically ഹിന്ദിയൊക്കെ വരാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നിന്റെ ആവശ്യമില്ല. ലൈക്ക് ലിവ് യുവർ ലൈഫ്, ലിവ് ലൈക്ക് എന്താ പറയാ, ബി ഇൻ ദ പ്രസന്റ്. ആൻഡ് ഐ ഓൾസോ ഫീൽ ബാഡ് ഞാനിത് കേൾക്കുമ്പോ, കാരണം ബോംബെയിലെ ആൾക്കാരൊക്കെ പറയും ഇപ്പൊ അടുത്ത പഞ്ചാബ് ആണ് കേരള അങ്ങനെ പറയുമ്പോ എനിക്കും വിഷമാവാറുണ്ട്. ലൈക്ക് വെൻ പീപ്പിൾ ആർ ടെലിംഗ് ദിസ്, അതും നോർത്ത് ഇന്ത്യൻസ്, അവര് കേരള വന്നിട്ടുമില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്കും എവിടെയോ അങ്ങനെ ഒരു വിഷമം വരും. ബട്ട് ഐ ഹോപ്പ് എവരിതിങ്. ഇപ്പം എല്ലാം ഫിലിം ഇൻഡസ്ട്രി, സിംഗിങ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പൊ എല്ലാരും അങ്ങനെ ഒരു രീതിയിലേക്ക്. ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ഫോക്കസ് ആയിട്ടാണ് വരുന്നത് പുറത്ത്. കാരണം അത് ഇങ്ങനെ ഫിലിം ഇൻഡസ്ട്രി ആവുമ്പോൾ എല്ലാവരും അറിയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ഉണ്ടാവും, എനിക്കറിയില്ല. ലൈക്ക് കോർപ്പറേറ്റ്സിലും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഈ പരിപാടി ഉണ്ടാവും. ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. അതാണല്ലോ. അപ്പോ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ മാത്രം ഇതിൽ മാത്രമാണ് പരിപാടി, അങ്ങനൊന്നും അല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് ഇത് എങ്ങനെ ഒരു സൊല്യൂഷൻ എന്ന് എപ്പോഴും ഈ ന്യൂസസ് കാണുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ? അപ്പം എങ്ങനെ ഇത് സൊല്യൂഷൻ ഉണ്ടാക്കും? മീൻസ് ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കില്ലേ? ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സംഭവമാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെ നിന്നാണ് ഈ പരിപാടികളൊക്കെ വരുന്നത്? അത് തന്നെ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ കിട്ടില്ലല്ലോ. കിട്ടാണ്ടാവുമ്പോ ആരും ഒന്നും ചെയ്യില്ല. തൈക്കുടം ഫേവറേറ്റ് ആയിട്ടുള്ള തൈക്കുടം മെമ്മറീസ് എന്തായിരിക്കും? എല്ലാ മെമ്മറീസ് അങ്ങനെ ഒരു മെമ്മറി പറയാൻ പറ്റില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം US പോയത് ഒരു നല്ല മെമ്മറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയതും ഫസ്റ്റ് ഷോ നല്ല മെമ്മറി ആയിരുന്നു. കാരണം ഞങ്ങള് ഈ ബാൻഡായിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്തല്ല, ഇത് സംഭവിച്ചു പോയതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ വിയാൻ ആവട്ടെ, വിയാൻ, അനീഷ്, പീയൂഷ്, കൃഷ്ണ സർ, മാധവ് സർ, ഇവരൊക്കെ എൻ്റെ ബോംബെയിലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഗോവിന്ദേട്ടൻ്റെ ഇവിടുത്തെ ഉള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം ഫോം ആയതാണ്. ഫസ്റ്റ് ഷോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു, കാരണം കുറേ പ്രാവശ്യം ഞങ്ങൾ എൻക്വയറീസ് വരുമ്പോൾ നേരത്തെ ഒക്കെ ഞങ്ങൾ പറയും, അയ്യോ ഞങ്ങൾ ബാൻഡൊന്നും അല്ല, അത് ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തത്. എല്ലാവരും വേറെ വേറെ ഇതിലാണ് ഫീൽഡ്. അല്ലെങ്കിൽ ചില ആൾക്കാർ അവിടെ ബോംബെയിൽ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ട് കൃഷ്ണ സാറൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു എല്ലാവരും. അപ്പോൾ ഷോ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇനി വിളിക്കേണ്ടേ വേറെ സ്ഥലത്തു നിന്ന്. അങ്ങനെ കുറേ ഷോസ് ഞങ്ങൾ നോ പറഞ്ഞു, പറ്റില്ല, ഇത് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവരും വേറെ സ്ഥലത്തു നിന്നാണ്. പിന്നെ വിചാരിച്ചു ഒരു ഷോ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. ആ ഫസ്റ്റ് ഷോ ആണ് ആക്ച്വലി ഇസ് ദ റീസൺ വൈ വി കണ്ടിന്യൂഡ് ലൈക്ക് ആസ് എ ബാൻഡ്. കാരണം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ എപ്പോഴും ഈ കോളേജിന്റെ പേര് മറന്നു. MES കോളേജ്. താങ്ക് യു ഫോർ റിമൈൻഡിങ്. MES കോളേജ് ആയിരുന്നു. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങള് കോളേജിന്റെ ഏതോ ഒരു 3rd ഫ്ലോറോ 4th അങ്ങനത്തെ ഒരു ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ ഗ്രീൻ റൂം പോലെ സ്ഥലം. ഗ്രീൻ റൂം ആയിരുന്നില്ല, ഒരു ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിൽ ഞങ്ങളൊക്കെ മാറ്റുന്നു, ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ താഴെ ഇങ്ങനെ വരുന്നു നടന്നെല്ലാവരും. അപ്പോൾ താഴെ നടന്നു വരുമ്പോൾ എല്ലാവരും തൈക്കുടം ലൈക്ക് ആ ഒരു ഫീലിംഗ് വാസ് സംതിങ് എൽസ്. അത് ഒരിക്കലും എന്താ പറയാ, അറിയാത്ത ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു, അതെ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. ആ ഷോ മൊത്തം ആൾക്കാരാണ് പാടിയത്, എല്ലാ പാട്ടുകളും. അത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പം ഒരു ബാൻഡിന് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആരുടെ മ്യൂസിക്കിൽ വർക്ക് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഒബ്വിയസ് ചേട്ടന്റെ കൂടെ തന്നെയാണ്, ഗോവിന്ദേട്ടന്റെ കൂടെ. ഗോവിന്ദേട്ടൻ ഇപ്പം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദേട്ടന്റെ കൂടെ തന്നെയാണ്, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതെ തീർച്ചയായിട്ടും. മീൻസ് ഗോവിന്ദേട്ടൻ അല്ലാതെ വേറൊരാളുടെ കൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനെ ഒബ്വിയസ്ലി AR റഹ്മാൻ സാറൊക്കെ കൂടെ വരക്കെ ഒരു പാട്ട് കിട്ടിയാലും കണ്ടിട്ടുണ്ടോ ആളെ ഇതുവരെ? കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഞാൻ KM കുറച്ച് ദിവസം ഞാൻ പോയിട്ടുണ്ട്. അപ്പോ അതിന്റെ KMന്റെ ഇനോഗ്രേഷൻ ഡേ തന്നെയാണ് എന്റെ ഫസ്റ്റ് ഡേ. ആ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കയറിയപ്പോ സാർ അവിടെ നിന്ന് വരുന്നുണ്ട്. സാർ എന്റെ അടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് ബാക്കി എല്ലാവരും. ഞാൻ സാർ എന്റെ ഫസ്റ്റ് ഡേ ആണ്. അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ട്. സോ യാ, ആക്ട് ചെയ്യണമെങ്കിൽ ആരോട് ആക്ട് ചെയ്യുന്നതായിരിക്കും? ലാലേട്ടന്റെ കൂടെ. ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരുടെ കൂടെ. അയ്യോ എനിക്ക് ഒബ്വിയസ്ലി കാരണം
ബിഗ് ടൈം ഫാനാണ്. ലാലേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതായിരിക്കും? അയ്യോ, ഒരെണ്ണം പറയാൻ പറ്റില്ല. റീസെന്റ് കണ്ടത് തുടരുമാണ് റീസെന്റ് കണ്ട ഫേവറേറ്റ്. വെരി ഹാപ്പി. കുറെ പ്രാവശ്യം കണ്ട്. അതെ, തിയേറ്ററിലും കണ്ടു, വീട്ടിലും കണ്ടു. സോ യാ, അങ്ങനെ. അപ്പം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അതെ, ഫൈനലി മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പം വീണ്ടും കാണാം. അതിന് മുമ്പ് ഒരു പാട്ടും കൂടെ പാടിയിട്ട് നിർത്താം. എല്ലാരും ആവശ്യപ്പെടുന്ന മറ്റപ്പാടായിരിക്കും, അയലമത്തി. കുറച്ച് പാടാം. പിടഞ്ഞെന്റെ നിന്നു പൊന്നെ, ഇടഞ്ഞെന്നെ കൊല്ലും കണ്ണേ, എല്ലാരും ചൊല്ലുന്നേ പുല്ലാപ്പാണെന്നേ, വെള്ളാരം തുള്ളും നെയ്യോ അതിനുള്ളേ തള്ളും നെയ്യോ, കടലേഴും താണ്ടിച്ചെന്നാൽ നിറയും കനവിൻ നിനവിൻ കയ്യിൽ, അയിലമത്തി ചൂരകാരി കണവ കിളിമി കൂരി കരിമിൻ ഒറ്റവാള് പ്രാള് ചെറുക് കൈക്കൂരാനത്തോയി. അടിപൊളി. തന്നെ പഠിക്കാനൊക്കെ ഞാൻ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വിട്ടു. നമ്മുടെ സോങ് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരായിരിക്കും സിംഗേഴ്സിൽ? എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ലൈക്ക് അഞ്ജു ജോസഫ് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. അഞ്ജു എന്റെ കൂടെ കുറെ പെർഫോം ചെയ്തിട്ടുണ്ട്. നിത്യ മാമൻ, ഹരിശങ്കർ, സൂരജേട്ടൻ, എല്ലാവരും. ബിക്കോസ് വി കീപ് മീറ്റിംഗ്. ആനാമി, ഇവരുടെ കൂടെ ഒക്കെ നമ്മൾ ഷോ ചെയ്ത കാരണം എല്ലാരും. നിരൻ സുരേഷ് ഉണ്ട്, വിജു ചേട്ടനുണ്ട്, കുറെ പേര്. ലൈക്ക് ഐ മേ ഫോർഗെറ്റ് ഫ്യൂ നെയിംസ് നൗ, പക്ഷെ ഐ തിങ്ക് എവ്രി വൺ. ബിക്കോസ് ഞാൻ ബിക്കോസ് ഞാൻ ബോംബെ ഉള്ളൊരു ആളായ കാരണം എനിക്ക് ഇവിടെ സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും അങ്ങനൊന്നും ഇല്ല. എൻ്റെ ഉള്ള ഫ്രണ്ട്സ് എല്ലാ സെലിബ്രിറ്റി ഫ്രണ്ട്സ് ആണ്. അപ്പോ റാപ്പ് സിംഗിങ് ഇഷ്ടമല്ല? റാപ്പ് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല? ഇല്ല. എനിക്ക് റാപ്പ് സിംഗിങ് ഭയങ്കര കേൾക്കാം. വേടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പേര് എല്ലാരും അടിപൊളിയാണ്. അല്ലെ, എല്ലാരും ലൈക്ക് എല്ലാരും അവരവരുടെ ഒരു ഇതില് അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അറിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ. അപ്പൊ വേടന്റെ പാട്ടുകൾ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതായിരിക്കും? വോയിസ് ഓഫ് ദ വോയിസസ് ഫസ്റ്റ് ഇറക്കിയില്ല, അത് ഭയങ്കരമായിട്ട് എനിക്ക്. പിന്നെ മഞ്ഞുമലിന്റെ പാട്ടും ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെയാണ്. ട്രൈ ചെയ്തിട്ടില്ല അല്ലേ? ട്രൈ ചെയ്യണ്ട, ഇനി പറയല്ലേ. ഞാൻ പാടിയാ ശരിയാവില്ല. അല്ല, മീൻസ് മഞ്ഞുമൽ ബോയ്സിന്റെ എല്ലാരും പാടൂല ആ പാട്ട്? എല്ലാരും പാട്ടെ, അത് വേണ്ട. ഇല്ല, പാടൂല. ഇല്ല, കള്ളമൊന്നും പറയില്ലടാ, ഒന്നും പറയില്ലടാ, അത്ര അറിയില്ല എനിക്ക്. ലിറിക്സ് അറിയില്ല എന്നുള്ളതാ. ഓക്കെ ഓക്കെ. അപ്പം റാപ്പ് സിംഗ് ട്രൈ ചെയ്യും. റാപ്പിന് എല്ലാരും ഇഷ്ടപ്പെടുന്നു. റാപ്പ് ട്രൈ ആണല്ലേ? ട്രൈ ചെയ്യാം. ശരി, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാം. ഗോവിന്ദേട്ടന്റെ കൂടെ ഇനി പ്രൊജക്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? അറിയില്ല. ഗോവിന്ദേട്ടൻ തമിഴാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഒരു പാട്ടുണ്ടാവും. ഇത് കണ്ടിട്ടെങ്കിലും ഒരു പാട്ടായിട്ട് വരട്ടെ എന്നുള്ളതാ. അപ്പൊ ഈ അവസരത്തിൽ ഗോവിന്ദേട്ടനോട് എന്താ പറയാനുള്ളത്? ഇൻ കേസ് ഈ ഇന്റർവ്യൂ ഗോവിന്ദേട്ടൻ കണ്ടാൽ, അല്ലെങ്കിൽ അയച്ചു കൊടുക്കണം കേട്ടോ, അപ്പൊ എന്താ പറയാനുള്ളത് ഗോവിന്ദേട്ടനോട്? ഗോവിന്ദേട്ടാ, അടുത്ത 96 പഠിപ്പിക്കും. പാട്ടിട്ടു വരുന്നുണ്ടല്ലോ എന്തായാലും. ആണല്ലേ? യെസ്. അപ്പൊ അതില് പാടിപ്പിക്കോ, ഒരവസരം തരുമോ? അതിനായിട്ട് ഞങ്ങളും അങ്ങനെ ഒരു നല്ല തിരിച്ച് നിങ്ങളുടെ ഒരു കൂട്ടായ്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ മ്യൂസിക് സിംഗേഴ്സിനൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഒത്തിരി അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഡെഫിനറ്റ്ലി. ലൈക്ക് ഇനി കുറെ പേര്, ലൈക്ക് എത്ര യങ്സ്റ്റേഴ്സ് ആണ് ഇപ്പോ. അടിപൊളി സുഷിനാവട്ടെ, എവ്രി വൺ, ലൈക്ക് ദേ ആർ സോ ഗുഡ്. സോ വെരി ഹാപ്പി ദാറ്റ് ഇപ്പോ എല്ലാരും ഇങ്ങനെ പുതിയത് എക്സ്പെരിമെന്റ് ചെയ്യാൻ റെഡിയാണ്. അതെ, ഈവൻ ഡയറക്ടേഴ്സ് ആൻഡ് ഈവൻ ദ പ്രൊഡ്യൂസേഴ്സ് ആർ റെഡി. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അത്ര പറയാനൊന്നും ആയിട്ടില്ല. പക്ഷെ മേ ബി ഒരു ഫിക്സ്ഡ് ഒരു ആൾക്കാരുണ്ടായിരുന്നു, ഇവര് മാത്രമാണ് മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ എല്ലാ പടത്തിലും കാണുമ്പോൾ ഡിഫറെന്റ് ആൾക്കാരാണ് ബീങ് ആസ് എ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ വിച്ച് ഇസ് ഗുഡ്. ഐ ആം ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.